നമ്മൾ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് എല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. കാരണം ഇതാണ് ശരി എന്നുള്ളത്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ ഇത്രയോ വീഡിയോസ് കണ്ടിട്ടായിരിക്കും വരുന്നത്. ഈ റിസർച്ച് പേപ്പർ കോട്ട് ചെയ്യുക എന്നുള്ളത് ഇതിപ്പം ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറിനും ഒരു ഡെർമറ്റോളജിസ്റ്റിനും കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ചാണ്. കാരണം റിസർച്ച് ഇസ് ഈസിലി അവൈലബിൾ ഓൺ ദി ഇന്റർനെറ്റ്. ഇത് എന്ത് തരം റിസർച്ച് ആണെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവർ ചെയ്യുന്ന വീഡിയോസിൽ ഇവർ കൂടുതലും ജനറലി പറഞ്ഞാണല്ലോ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ബോഡി ടൈപ്പിന് ഇന്ന പ്രൊഡക്റ്റ്, മറ്റേ ബോഡി ടൈപ്പിന് മറ്റേ പ്രൊഡക്റ്റ്, അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടുന്നതുകൊണ്ട് കൂടുതൽ ഇവർ റീൽസും ഷോർട്സും ചെയ്യുന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പറഞ്ഞ് വേഗം തീർക്കാൻ വേണ്ടിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ കൂടുതൽ കാണുന്ന വീഡിയോസ്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സിനും എനിക്ക് മനസ്സിലായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശരീരത്തിനും ഓരോ പ്രൊഡക്ട്സിൻ്റെ റിക്വയർമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമില്ല, ഒറ്റ പ്രൊഡക്റ്റ് എല്ലാവർക്കും കൊടുത്താൽ മതിയല്ലോ. എല്ലാവർക്കും അൻവിൻ ടോക്സിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ സൗമ്യ, ഗൈനക്കോളജിസ്റ്റ്, ന്യൂ ലോട്ടസ് മെഡിക്കൽ സെൻറ്റർ, അൽക്കിസൈസ്, ദുബായ്. ഡോക്ടറിൻ്റെ 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. നമുക്ക് അറിയാം, വളരെയധികം ഫിറ്റ്നസ് എക്സ്പേർട്സ്, എസ്തെറ്റിക് എക്സ്പേർട്സ്, ഡെർമറ്റോളജിയിൽ പല എക്സ്പേർട്സ്, അങ്ങനെ പലരും വന്നിട്ട് പല ടിപ്സ്, അതുപോലെ തന്നെ പല പ്രൊഡക്ട്സിൻ്റെയും പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ലൈഫിൽ അത് ഗുണമാവുന്നുണ്ടോ ദോഷമാവുന്നുണ്ടോ, എത്രമാത്രം അവരുടെ ലോങ് ടേം ലൈഫിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വളരെ കൺസേൺ റേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ നോളജ്, ഇതെല്ലാമാണ് ഇന്ന് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡോക്ടർ, വെൽക്കം ടു അൻവിൻ ടോക്സ്. താങ്ക് യു. ഡോക്ടർ, സോഷ്യൽ മീഡിയ അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഡെയിലി കാണുന്നത് പുതിയ പുതിയ എക്സ്പേർട്സ്, ടിക്ടോക്ക് ഗുരുക്കൾ, യൂട്യൂബ് ഗുരുക്കൾ, അല്ലെങ്കിൽ പല പല ആൾക്കാർ പല റിസർച്ച് പേപ്പേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ വന്നിട്ട് അവരുടെ ലൈഫിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പല ടിപ്സ്, ട്രിക്സ്, അതുപോലെ തന്നെ പല പ്രൊഡക്ട്സിൻ്റെ പ്രൊമോഷൻ, അങ്ങനെ പലതും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ ലൈഫിൽ പേഷ്യൻസ് വരുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫറൻസസിൽ പല ഡോക്ടേഴ്സും പല സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. എത്രമാത്രം ഈ സോഷ്യൽ മീഡിയ നിങ്ങളുടെ വർക്ക് ലൈഫിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാനായിട്ടുള്ളത്. ആക്ച്വലി ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് എല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. പണ്ടെന്ന് പറയുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. നമ്മളുടെ നോളജ് നമ്മളുടെ പേഷ്യൻസിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് പേഷ്യൻസ് ആർ ബൊംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻ. ഇതിലേത് കറക്റ്റാണ് ഏത് തെറ്റാണെന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും, ബിക്കോസ് അത് അവരുടെ സബ്ജക്റ്റ് അല്ല. അപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. കാരണം ഇതാണ് ശരി എന്നുള്ളത്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ ഇത്രയോ വീഡിയോസ് കണ്ടിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെ വന്നാലും ഒരു മണിക്കൂറെങ്കിലും സ്ക്രീൻ ടൈം നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ട്, മിനിമം. അതിനകത്ത് ഇതേപോലെയുള്ള എക്സ്പേർട്സും അതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പല പ്രൊഫഷണൽസും പല കാര്യങ്ങളും ഇവരിലോട്ട് ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്, പല പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിലും പല പ്രോബ്ലംസിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡഡ് ഇൻഫോർമേഷനുമായിട്ടാണ് ഒരു പേഷ്യൻറ്റ് കൺസൾട്ട് ചെയ്യാൻ വരുന്നത്, അതിൻ്റെ കൂടെ അവരുടെ ബൈസ്റ്റാൻഡർ. എക്സാക്ട്ലി. കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു കോൺട്രാസെപ്ഷൻ ഒരു ബേസിക് ടോപ്പിക് ഓഫ് ഡിസ്കഷനാണ്. ഈ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐപിൽ, അതായത് എമർജൻസി കോൺട്രാസെപ്ഷൻ, ദുബായിൽ തന്നെ നവേല എന്നാണ് പറയുന്നത്. ഇതുപോലും മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസ് ഉണ്ട് ഇൻ്റർനെറ്റിൽ. ഇത് സിംഗിൾ ഡോസ് ടാബ്ലറ്റ് ആണ്, ഹൈലി പൊട്ടൻറ്റ് ടാബ്ലറ്റ് ആണ്, നൊട്ടോറിയസ് ടു കോസ് എക്ടോപിക് പ്രഗ്നൻസിയാണ്. ഇതുവരെ ചില പേഷ്യൻസ് ഒരു കാരണവശാലും പ്രഗ്നൻ്റ് ആവരുത് എന്നാവാൻ വേണ്ടി 7 കോൺസിക്യൂട്ടീവ് ഡേയ്സ് എടുത്തിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുക. സോ ഇവരെ
നമ്മൾക്ക് എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, കാരണം അതൊന്നില്ല അവരുടെ ഫ്രണ്ട് പറഞ്ഞു, അത് യൂട്യൂബിൽ കണ്ടു. ഇത് സിംഗിൾ ടാബ്ലറ്റ് ആണ്. വിത്തിൻ 72 hours ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടെങ്കിൽ എടുക്കേണ്ട സിംഗിൾ ടാബ്ലറ്റ് ആണ്. പക്ഷേ ഇമാജിൻ ഇഫ് എ പേഷ്യൻ ടേക്സ് ഇറ്റ് like chocolate for 7 consecutive days, it's going to be a big problem for the patient. Secondly, if we wide variety of skin care routines, 7-step skin care routine. The worst part is idella actives aanu. You have retinoids, you have niacinamides, you have AHAs, BHAs. ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ള components അല്ല. You have a 7-year-old girl child, you have a 8-year-old girl child who's getting influenced by this. ഇപ്പോൾ ഇത് പറയുന്നത് ഒരു സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിൽ ഐ അഗ്രി. പക്ഷേ നമുക്കപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ എസ്തെറ്റിക്കുമായിട്ട് അവർ പ്രൊഫഷണൽ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം അവർ സർട്ടിഫൈഡ് ആണ്. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ എവിടെ നിന്നാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്, അവർക്ക് ആരെ സർട്ടിഫിക്കേഷൻ കൊടുത്തത്, ഏത് യൂണിവേഴ്സിറ്റിയാണോ കോളേജിലാണോ ഇവർ സർട്ടിഫൈഡ് ആയിരിക്കുന്നത്, ഇവരുടെ എക്സ്പീരിയൻസ് എന്താണ്. ഇവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു ദിവസം നമ്മുടെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്, ആസ് എ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ എനിക്കറിയാം, നമ്മളൊരു കോണ്ടന്റിൽ നമ്മൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കോണ്ടന്റാണ് എപ്പോഴും നമ്മുടെ പേജിലും നമ്മുടെ പ്രൊഫൈലിലും ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഓരോ ഇൻഫർമേഷൻ തരുവാണ്, റിസർച്ച് പേപ്പേഴ്സിനകത്ത് ഇത് പറയുന്നുണ്ട്, ഇന്ന ആളത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള രീതി. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാനുള്ള ചാൻസ് ഞാൻ ഇന്ന് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ എത്രയും ആക്റ്റീവ് ആയത് ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സിൻ്റെ ഇടക്കാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ദൂഷ്യ ഫലങ്ങളും സംഭവിക്കാൻ പോകുന്നത് വരുന്ന ഒരു 10 കൊല്ലത്തിൻ്റെ ഇടക്കായിരിക്കും. ഈ റിസർച്ച് പേപ്പർ കോട്ട് ചെയ്യാന്നുള്ളത് ഇതിപ്പം ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറിനും ഒരു ഡെർമറ്റോളജിസ്റ്റിനും കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ചാണ്. കാരണം റിസർച്ച് ഇസ് ഈസിലി അവൈലബിൾ ഓൺ ദി ഇന്റർനെറ്റ്. ഇത് എന്ത് തരം റിസർച്ച് ആണെന്നുള്ളതാണ്. മേ ബി ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കമ്പയറിംഗ് റോസ് മേരി ഓയിൽ വിത്ത് മിനോക്സിഡിൽ. ഈ മിനോക്സിഡിൽ എന്ന് പറയുന്നത്, ഐ എം ടോക്കിംഗ് ഫ്രം എ ഡെർമറ്റോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് ഇസ് നോട്ട് മൈ സബ്ജക്ട്, ഇറ്റ്സ് മെയിൻലി യൂസ് ഫോർ ഹെയർ ലോസ്. There might be one paper that says that, okay, rosemary oil is better than minoxidil. അതൊരു റിസർച്ച് പേപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റ പേപ്പർ ആയിരിക്കും. There might be other 100 papers that is actually boosting minoxidil is better than rosemary. So anybody can quote any research. ഇത് എന്ത് type of study ആണ്? Was it a randomized? What was the sample size of this particular study? Where was it conducted? Was it published in a good journal? ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ജേർണൽ കോട്ട് ചെയ്യാൻ വേണ്ടി. അതുമാത്രമല്ല, ഇവർ ചെയ്യുന്ന വീഡിയോസിൽ ഇവർ കൂടുതലും ജനറലി പറഞ്ഞാണല്ലോ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ബോഡി ടൈപ്പിന് ഇന്ന പ്രൊഡക്റ്റ്, മറ്റേ ബോഡി ടൈപ്പിന് മറ്റേ പ്രൊഡക്റ്റ്, അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടുന്നതുകൊണ്ട് കൂടുതൽ ഇവർ റീൽസും ഷോർട്സും ചെയ്യുന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പറഞ്ഞ് വേഗം തീർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ കൂടുതൽ കാണുന്ന വീഡിയോസ്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സിനും എനിക്ക് മനസ്സിലായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശരീരത്തിനും ഓരോ പ്രൊഡക്ട്സിൻ്റെ റിക്വയർമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമില്ല, ഒറ്റ പ്രൊഡക്റ്റ് എല്ലാവർക്കും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇത് ഏത് പ്രൊഡക്റ്റാണ് അല്ലെ ഏത് മെഡിസിനാണ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയാതെ വളരെയധികം ഡേഞ്ചർ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇതിനി ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണ്. കാരണം there is even a term called as Sephora kids, where children are going into big shops like Sephora and purchasing creams which is actually not required for a child. അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. സ്കിൻ ബാരിയർ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അതിന് മുന്നേ it's proved that so many of these cosmetic products do have components that mimics estrogen. Estrogen എന്ന് പറയുന്നൊരു ഫീമെയിൽ ഹോർമോണാണ്. അതിനെ മിമിക് ചെയ്യുന്ന തരം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. സോ യു ബേസിക്കലി ഒരു കുട്ടീനെ വളരെ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനത്തെ കെമിക്കൽസ് എക്സ്പോസ് ആയി വരികയാണ്. സോ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഹോർമോണൽ ഡിസ്ട്രപ്ഷൻ എന്താണെങ്കിലും സംഭവിക്കും അല്ലേ, കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പേരൻസിൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേരൻസ് വളരെയധികം ബിസി ആയതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറും മദറും രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ വിടുകയും, പക്ഷേ സ്കൂളുകളിൽ നിന്നും ഇവർക്ക് ഗാഡ്ജറ്റ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഇവരെ സ്റ്റോർ ചെയ്ത് ഇവർ പോകുന്ന വഴികൾ എന്താണെന്നുള്ളത് മിക്ക പേരൻസിനും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇവർ കാണുന്ന വീഡിയോസിൽ ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, അതും കുട്ടികളാണ്, കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ ഭൂമിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു 15 വയസ്സോ 16 വയസ്സോ, എനിക്ക് തോന്നുന്നു 12 വയസ്സ് വരെയുള്ള പിള്ളേർ വരെ ഇപ്പോൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. കാണുന്ന വീഡിയോസും അതുപോലെ കേൾക്കുന്ന ഇൻഫർമേഷനും, പിന്നെ ഇവരുടെ ഗ്യാങ് ഉണ്ടല്ലോ, സ്കൂളിൽ ഓരോ ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങിൽ നിന്ന് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻ സേയിങ് ദാറ്റ് ലൈക്ക് അവരുടെ മദർ ഇന്നൊരു പാർട്ടിക്ക് പോയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇന്നൊരു കോൺഫറൻസിന് പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്ന മീറ്റിങ്ങിന് പോയപ്പോൾ ഇന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്തു, ഞാനും അത് യൂസ് ചെയ്ത് തുടങ്ങി എന്നൊക്കെ കുട്ടികൾ വന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ബാക്കിയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന സംഭവങ്ങൾ യൂസ് ചെയ്യണമെന്നും, അവരുടെ പേരൻസിൻ്റെ അടുത്ത് പോയി കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്യാതെ അവർ യൂസ് ചെയ്യുന്ന ഒക്കെ സംഭവിക്കാറുണ്ട്. എഗെയിൻ ബാക്ക് ടു ദ സെയിം പോയിന്റ്, ഇതെല്ലാം ഇവരെ കാത്തിരിക്കുന്നത് വലിയൊരു പ്രശ്നമാണോ എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മെയിൻലി. ആക്ച്വലി സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ സ്ട്രീം ലൈൻഡ് ആക്കണം. നേരത്തെ ഒരു കോൺസെപ്റ്റ് വാസ് വെരിഫൈഡ് എന്നൊരു ബാഡ്ജ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇൻസ്റ്റാഗ്രാം ഹാസ് ഡൺ സം ജോബ് ടു വെരിഫൈ ദാറ്റ് പേഴ്സൺസ് കണ്ടന്റ് നല്ല രീതിയിൽ കറക്റ്റ് ആണോ എന്ന് വരെ ചെക്ക് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇലോൺ മസ്ക് വന്നതിന് ശേഷം ട്വിറ്റർ, ഇപ്പം എക്സ് ആയിരിക്കുന്ന പ്ലാറ്റ്ഫോം, നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈഡ് ആകാം. സെയിം പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും. അപ്പോൾ വെരിഫൈഡ് ആണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആൾക്കാർ, ഈവൻ ഡോക്ടേഴ്സിനെ ആണെങ്കിലും നമുക്ക് അറിയണമെന്ന് വെച്ചാൽ എങ്ങനെ നമുക്കൊരു ഡോക്ടർ റിയൽ ഡോക്ടർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ ഒരു സ്ഥാപനം കാണുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണുകയോ നമ്മളവിടെ പോവുകയും നമ്മൾ ഡോക്ടർ എന്താണോ പറയുന്നത് ആ തരുന്ന മെഡിസിൻ കഴിക്കുകയും പിന്നെ വരുന്നത് എന്താണെന്നുള്ളത് ചിലപ്പോൾ ശരിയാവാറുണ്ട്, ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില ആൾക്കാർ ഡോക്ടർ ടു ഡോക്ടർ മാറേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ഇത്രയും ലോഡഡ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം സോഷ്യൽ മീഡിയ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ഈ ഡോക്ടർ ട്രൂലി എ ജെന്യൂൻ ഡോക്ടർ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഡോക്ടറിൻ്റെ ഡിഗ്രി. യു ക്യാൻ അത് MD ആണോ MS ആണോ, ആ പറയുന്ന സബ്ജക്റ്റ് ആ ഡോക്ടറിൻ്റെ സബ്ജക്റ്റ് ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, കോട്ട് ചെയ്യുന്ന റിസർച്ച് എല്ലാം ഒന്ന് പോയി വായിച്ച് നോക്കിയിട്ട് ഇതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കാം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മിക്കവർക്കും സമയമില്ല, അല്ലേ? സമയമില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളാണെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യത്തിലോട്ട്, അടുത്ത കാര്യത്തിൽ അതിൻ്റെ അടുത്ത കാര്യത്തോട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം സ്ക്രീൻ ടൈമും വേണം, അല്ലേ? ഇപ്പം അതാണ് നമ്മുടെ ഒരു ലൈഫിലെ സിനാരിയോ. അപ്പോൾ എത്ര പേര് ഈ റിസർച്ചിൻ്റെ പുറകെ പോവും, അല്ലെങ്കിൽ എത്ര പേര് ഡോക്ടറിൻ്റെ ഡിഗ്രിയും യൂണിവേഴ്സിറ്റിയുടെയും പുറകെ പോവും? ഇതിപ്പം നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളുടെ സെൽഫിൽ നിന്ന് തന്നെ നമ്മൾ ആ ഡിസിഷൻ എടുത്തേ പറ്റൂ. കാരണം യു ക്യാൻ ഹാവ് two ways. One is don't follow. Don't watch it, forget it. Don't ഇന്റർനെറ്റിൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ലൈഫിലോട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. യു ആർ ഇൻ എവറിബഡീസ് ബിസിനസ് നൗ. You are in everybody's comment section now, because if you have a free time, you have the free time and you have the free will to comment on anybody's post. Right? If you're seeing a doctor's post and if you feel that person is credible, check the comment section. Maybe there might be a patient who has seen that doctor personally. She would comment on her personal experience. Secondly, ഈ ഡോക്ടർ ഏതെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് അഫിലിയേറ്റഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ആ ഹോസ്പിറ്റൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതൊക്കെ ബേസിക്. കാരണം നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ നമ്മളുടെ മുഖത്തിടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റോ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ജസ്റ്റ് ബീങ് ഫൂളിഷ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഓരോ മെഡിസിനും ഉണ്ടാക്കുന്നത് ഓരോ കെമിക്കൽസിൻ്റെയും കോമ്പിനേഷൻസ്, അതുപോലെ തന്നെ ഇവർ പലയിടത്തും ട്രൈ ചെയ്ത് എല്ലാം സക്സസ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം, അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റേബിൾ അല്ലാത്ത എക്കോണമിയൊക്കെ ഉള്ള ഗവൺമെൻറ് ഉള്ള നാടുകളിലാണെങ്കിൽ അവർ എന്ത് വേണമെങ്കിലും മാർക്കറ്റിൽ അത് അവൈലബിൾ ആക്കാം. അപ്പം അവിടെയാണ് നമുക്ക് ഈ വരുന്നൊരു ചോദ്യം വരുന്നത്. ഈ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 minutes നമ്മളൊന്ന് ഗൂഗിളിൽ ഇരുന്ന് ഡോക്ടറെ കുറിച്ച് ഒന്ന് നോക്കി കുറച്ച് ഇൻഫർമേഷൻ എങ്കിലും ഗ്യാദർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്, അല്ലേ? ഓഫ് കോഴ്സ്. ഇപ്പോൾ എല്ലാം ഗൂഗിൾ റിവ്യൂ ആണല്ലോ. ദർ ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടു ഗൂഗിൾ റിവ്യൂ ഓൾസോ, ആസ് യു നോ. ബട്ട് ദ തിങ് ഈസ്, ഇഫ് യു ഡു എ ബിറ്റ് ഓഫ് റിസർച്ച്, as I said, the comment section sometimes benefits. There are different kinds of comment sections. Some people are posting unnecessarily because they have the time. But there might be comments that actually is helpful. Or a doctor genuinely good. But
Now I don't even know if that is authentic because anybody can put a comment favoring. If you want to destroy a person's career, that is also possible. Unless you're in Dubai because you can't comment unnecessarily. UAE ഗവൺമെന്റിനോട് നമുക്ക് എപ്പോഴുള്ളൊരു നന്ദി എന്ന് പറയുന്നത് അവര് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ ഒരാളെ എടുത്ത് സെലക്ട് ചെയ്ത് ഡിഫെയിം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എല്ലാ നാട്ടിലും ഇതേ റൂളല്ല. അപ്പം അതുകൊണ്ട് ഏത് നാട്ടിലാണോ നിങ്ങൾ ഉള്ളത് അത് നിങ്ങൾ നോക്കി ഈ റിസർച്ച് ചെയ്തിട്ട് ഡോക്ടറിലോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുന്നേ 2 minutes എങ്കിലും മിനിമം ഒന്ന് നോക്കുക ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ChatGPT കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഈ ഡോക്ടറിൻ്റെ ഹിസ്റ്ററി കിട്ടാൻ വേണ്ടിയാണെങ്കിലും എന്തെങ്കിലും ന്യൂസ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് പല ആൾക്കാരും സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട് ഡോക്ടറെ കാണാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവർക്കെന്ന് പറയുന്നത് ഗൂഗിളിൽ നിന്നുള്ള ഇൻഫർമേഷൻ, ChatGPT എന്നുള്ള ഇൻഫർമേഷൻ, ഇവർ ഫോളോ ചെയ്യുന്ന കുറച്ച് എക്സ്പേർട്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ, ഇത് വെച്ചിട്ട് സെൽഫ് ട്രീറ്റ്മെൻറ്റാണ്. ഇതിനെന്താണ് ഡോക്ടർ പറയുന്നത്? ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വജൈനൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ ഈ റിസർച്ച് ചെയ്യുമ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുക, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഇത് യൂസ് ചെയ്യുക, ആൻഡ് ഇറ്റ് ബിക്കംസ് സോ ബാഡ്. So basically you're spending money on those products and then you have to give a consultation to the doctor as well. ആദ്യം ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവും. നമുക്ക് അതെന്താണ് ഒരു കോസറ്റീവ് ഓർഗാനിസം എന്നറിയുന്നതിന് മുന്നേ സെൽഫ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് വേഴ്സ്. I've seen really bad cases. And അത് ഒരു ലേഡിയുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാരണം കൂടെ, ബിക്കോസ് ഷീ വോണ്ട് ബി ഏബിൾ ടു വാക്ക് ഈവൻ. അത്ര ബാഡ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ട് അതിന് റിയാക്ഷൻസ് വരുന്നുണ്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്കിൻ വളരെ ജെന്റിലാണ്. അതെ, ഈവൻ അലർജി ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയമില്ലാത്തൊരു സ്കെഡ്യൂള് കാരണം പലരും അലർജി ടെസ്റ്റ് 24 hours മുന്നേ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ബേസിക് കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ഫീമെയിൽ ഹെൽത്തിനെ കമ്പയർ, ഐ മീൻ വെൻ യു ടോക്കിംഗ് അബൌട്ട് ഫീമെയിൽ ഹെൽത്ത്, ബെറ്റർ ടു മീറ്റ് ദ ഡോക്ടർ ആൻഡ് ടേക്ക് എ പ്രോഡക്റ്റ്. ഇപ്പം മാർക്കറ്റിൽ എത്രയോ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അത് എത്രയോ ആൾക്കാർ വന്നിട്ട് ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രി കണ്ടുപിടിക്കുക, നല്ലൊരു ക്ലിനിക്ക് കണ്ടുപിടിക്കുക, അവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുക. നാളെ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ, കാര്യം മനുഷ്യനാണ്, ഭൂമി ജീവിക്കുമ്പോഴത്തേക്കും എന്ത് പ്രശ്നം വേണമെങ്കിലും ഏത് സമയത്തും വരാം. അങ്ങനെ ഒരു അവസ്ഥ ഇരിക്കെ ഒരു ക്ലിനിക്കിനെ കുറിച്ചും ഡോക്ടറെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മളൊന്ന് പോയി കാണുന്നതാണ് ഏറ്റവും നല്ലത്, സെൽഫ് ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതിന് മുന്നേ. അതിനുപരി ട്രസ്റ്റ് ചെയ്യുക. ഇപ്പൊ ട്രസ്റ്റ് എന്നൊരു ഫാക്ടർ ഭയങ്കര, ബിക്കോസ് പേഷ്യൻസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ബിക്കോസ് മെഡിക്കൽ ഫീൽഡും ഒരുപാട് എന്താ പറയുക പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് എ ലിറ്റിൽ ടു കൊമേഴ്ഷ്യലൈസ്ഡ്. സോ ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഐ തിങ്ക് ആസ് എ ഡോക്ടർ you should learn how to make the patient feel comfortable and make the patient trust you. എനിക്ക് തോന്നുന്നു ഒരു റിലേഷൻഷിപ്പ് ഡോക്ടറുമായിട്ടുണ്ടായിരിക്കണം. ഓഫ് കോഴ്സ്. കാര്യം നമ്മൾ ഡോക്ടറെ ജസ്റ്റ് ഒരു ഡോക്ടർ മാത്രമായിട്ട് കാണാതെ ആ ഡോക്ടറുടെ ഉദ്ദേശം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് തരാനും സോൾവ് ചെയ്ത് തരാനും കഴിവുള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ഡോക്ടറുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് ഇന്ന പ്രൊഡക്ട്സ് ഞാൻ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യണോ അതോ ഡോക്ടർ എന്താണ് പറയുന്നത്, ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ്. കാര്യം ഒരു ഡോക്ടറെ സംബന്ധിച്ച് മിനിമം നിങ്ങളുടെയൊക്കെ കരിയറിൽ എനിക്കൊന്ന് ഒരു വർഷത്തിൽ നിങ്ങൾ ഒരു മിനിമം ഒരു 50 പേരെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കാണാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കായിരിക്കും ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചും കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഗുരുക്കളിൽ നിന്ന്. ഇത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ പ്രോബ്ലം ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലേഡി വെയിറ്റ് ലോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആ ലേഡി ഓൾറെഡി ഫിറ്റ്നസ് കോച്ച് ആയി കഴിഞ്ഞു, irrespective of whether that patient, the person has got a degree or not. Self experience is making that person a coach, and I don't think that is the right way you should be approaching social media, because you're giving information. കൂടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാബാലൻ പറഞ്ഞ ഒരു വെയിറ്റ് ലോസിന്റെ കാര്യം, പുള്ളിക്കാരത്തി അതെ അതാണ് പുള്ളിക്കാരത്തിയുടെ പ്രോബ്ലം ആയിരുന്നത്. No, actually I agree to her concept,
there are some people who do have problems with inflammation, which makes them put on weight. രണ്ടാമത്തെ കാര്യം, the overhyping of the cortisol hormone. See, cortisol hormone എല്ലാവരും ഇപ്പോൾ പോയി ചെക്ക് ചെയ്യുന്നു, പക്ഷെ ബേസിക്സ് ലൈക്ക് വൈറ്റമിൻ ഡി, തൈറോയിഡ് ഒന്നും ഇപ്പോൾ ആരും ചെക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഇപ്പോൾ കോർട്ടിസോളിന്റെ പറയാം. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് യുവർ just like how avocado was promoted by internet, cortisol is being promoted by internet. Your 7-step skin care routine is promoted by internet. ഇത് എല്ലാവരുടെയും കീറ്റോ, പാലിയോ, ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇതൊന്നും ഈ പെർട്ടിക്കുലർ പേഴ്സണിന് സൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാതെ ദേ ആർ ഓൾ ട്രൈങ് ഇറ്റ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത ചിലർക്ക് കോൺസ്റ്റിപ്പേഷനും ഗ്യാസും വന്ന് പിന്നെ ബുദ്ധിമുട്ടായത് എനിക്കറിയാം. അത് എസ്പെഷ്യലി ലേഡീസ്, and actually intermittent fasting sometimes increases cortisol if you're really worried about cortisol, because you're fasting for a long time, so there is a stress factor. Intermittent fasting is proved beneficial for so many category of people, but it is not for everybody is what I'm trying to tell you. And secondly, ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അതാണ് ഒരു ഡോക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ആ പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ബെനിഫിഷ്യൽ ആവും എന്നുള്ളത് ആ ഡോക്ടറിൻ്റെ സ്റ്റഡീസും ആ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസും ആണ്. ഈ എക്സ്പീരിയൻസിനാണ് ഈ കൺസൾട്ടേഷൻ വരുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസിൽ ചോദ്യം വരുമ്പോഴാണ് there is something called as doctors start practicing safe medicine, and that is a dangerous thing. നമ്മൾ കുറച്ച് റിസ്ക് എടുത്തില്ലെങ്കിൽ നമ്മൾ 100% ആ പേഷ്യന് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇപ്പം നാട്ടിൽ ആസ് യു നോ ഇപ്പം എത്ര കോൺട്രവേഴ്സീസാണ് നാട്ടിൽ നടക്കുന്നത്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അതിൽ സത്യം ഉണ്ടാവാം, പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ട് അത് is blown up by the media as well. I have lot of people whom I knew personally, doctors as well, who are suffering because of this. So they will start practicing safe medicine. ഈ സേഫ് മെഡിസിൻ എന്ന് പറയുന്നത് അവരുടെ ഹോസ്പിറ്റലിനോ അവരുടെ പ്രാക്ടീസിനെയോ ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് മാർക്ക് വരരുത്. സോ ദേ വിൽ സ്റ്റാർട്ട് റെഫറിങ് ദ പേഷ്യൻറ്റ്. At one point this patient will be kept on referring, and the treatment also will be prolonged. അല്ലെ, ആ പേഷ്യന്റ് കിട്ടാൻ. So I think responsibly someone has to take initiative in making doctors' life a little easier. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഗവൺമെന്റ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഗവൺമെന്റിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള സേഫ് ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ജനങ്ങളെ സംബന്ധിച്ച് 100% ഹൃദയം അവരിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ ഡോക്ടറെയും കൺസൾട്ട് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും.